ഒരു ശതമാനം പോലും വെറുപ്പോ ദേഷ്യമോ ഒരസൂയയോ ഒന്നുമില്ല. അത് അങ്ങനെയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാളാണ് അവള്. എനിക്കും അതുപോലെയാണ്. അവൾക്ക് എന്ത് നല്ലത് വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അയ്യോ അവളങ്ങനെ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കണേ. അപ്പം ഞങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വയസ്സൊക്കെ ആവുമല്ലോ, ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഇച്ചിരി സ്കിന്നൊക്കെ ചുളുങ്ങുമായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ സിമി പറയും, ഞാൻ എന്തായാലും പിള്ളേരൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോരാ, നീ എനിക്ക് വേണ്ടി സമ്പാദിക്കണേ മഞ്ജു, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ പണിയെടുക്കണേന്ന് കുറച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഞങ്ങൾക്കൊരു ഷേപ്പ് വീടൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ വരണമെങ്കിൽ പോരട്ടോ, ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കും. അവിടെ ഇങ്ങനെ ആട്ടവും പാട്ടും പാട്ടും രസം. അങ്ങനെ ഞങ്ങൾക്ക് വൃദ്ധസദനത്തിലൊന്നും പോകണ്ട, ഞങ്ങൾ എല്ലാവരും കൂടി. പിള്ളേർ പൈസ തരണം, നമ്മള് കഷ്ടപ്പെട്ട് നമുക്ക് പൈസ തരണ്ടേ. ഞാൻ മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൈസ ഒന്നും എനിക്ക് പന്നി കൊന്നു കളയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വീട് സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം. അന്നേരം പിന്നെ ഞങ്ങൾക്ക് മകനും വേണ്ട മക്കളും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി ഇല്ല. പാടായി, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വാർദ്ധക്യത്തിനെ കുറിച്ച്, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ജീവിതത്തിനെ കുറിച്ച് വരെ ഞങ്ങൾക്ക് പ്ലാനുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെയുള്ള എല്ലാ സൗഹൃദങ്ങളും ഓരോ പീരിയഡിൽ അവസാനിച്ച് പോകും, പുതിയ ആളുകൾ വരും. ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 15 വർഷമായി. ഞങ്ങളുടെ ഇടയിലോട്ട് ഒരാൾ വരെയുമില്ല, വരാനോട്ട് സമ്മതിക്കേയില്ല. അതിങ്ങനെ പോകും. എന്ത് ഭാഗ്യാണ് അതാ ഒരു കാര്യം. ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ഈ ചീത്തവിളി, ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ തന്നെ തെറിവിളി, ആൾക്കാർ കമന്റിലൂടെ വന്ന് ഓരോന്നും പറയുന്നത്, ഇതിനെയൊക്കെ എങ്ങനെയാ മഞ്ജു ഹാൻഡിൽ ചെയ്യണേ? ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ പോലെ എനിക്ക് എല്ലാ കമന്റ്സും ആദ്യമൊക്കെ വായിക്കായിരുന്നു, പിന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങി. പിന്നെ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാന്ന് മനസ്സിലായി. എന്നെ അത് ബാധിക്കുന്നില്ലല്ലോ. ആളുകൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ അറിയാത്ത ആരൊക്കെയോ എവിടെയോ ഇരുന്ന് എൻ്റെ കോൺഫിഡൻസിനൊന്നും തകർക്കാൻ അതിനെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാതെ ഒരു മുറിക്കുള്ളിലായി പോയിരുന്നെങ്കിൽ അതെന്നെ ബാധിച്ചേനെ. തീർച്ചയായിട്ടും എന്നെ തകർക്കാൻ അതിനൊന്നും പറ്റില്ല. കാരണം നമ്മൾ വന്ന വഴി വേറെയല്ലേ. നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്തിയല്ലേ പറ്റുള്ളൂ. ഇവർക്ക് അതൊന്നും ചെയ്യണ്ടായിരിക്കും. വായിൽ വെള്ളിക്കരൻ്റെ ആയിട്ട് ജനിച്ച ആൾക്കാർക്കും ജോലിക്ക് പോകണ്ടായിരിക്കും. അവരുടെ അപ്പനും അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ടാവും. മറ്റുള്ളവരെ കുറ്റം പറയായിരുന്നു. അവർക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് തെറി വിളിക്കാമല്ലോ, അവർക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ അപ്പനമ്മ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ലായിരിക്കും. എന്നെ അത് ബാധിക്കുന്നില്ല. ആദ്യമൊക്കെ ഞാനത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റാതെ, ദൈവമേ എന്നാലും അത് ആരായിരിക്കും അങ്ങനെ പറഞ്ഞത്, അവനെ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര റിവെഞ്ചൊക്കെ ആയിട്ട് എടുക്കും. പക്ഷെ അവർക്കൊന്നും സംഭവിക്കില്ല. അവരെ കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ, അവർ മായാവികളല്ലേ, അവരെവിടെയോ ഇരുന്ന് ചെയ്യുന്നതല്ലേ. അങ്ങനെ ആയി പിന്നെ കുറേ അങ്ങ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പം അവർ പറഞ്ഞാലെന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ, നമുക്ക് എന്താ സംഭവിക്കണേ? നമുക്ക് വർക്കുണ്ട്, നമ്മൾ ജീവിക്കും. എനിക്കിപ്പോൾ വേറൊരാളെ പോയി തെറി വിളിച്ചിട്ട് അതിൻ്റെ പൈസ മേടിച്ച്, ഇപ്പം ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നമ്മുടെ സ്ലോ മോഷൻ ഇടുന്നു, നമ്മുടെ വർക്കിൻ്റെ ഇടയിലുള്ള ഇങ്ങനെ ചാരി നിൽക്കുന്നതിനകത്ത് നിന്ന് നൈറ്റ് വെട്ടിക്കളയുക, അങ്ങനെയൊക്കെ ചെയ്ത് കുടുംബം പോറ്റുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, അങ്ങനെയുള്ള ചാനൽസ് ഉണ്ട്. എനിക്കെന്തായാലും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടായിപ്പോയി. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ രമ്യേനെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ തലവെട്ടി വേറെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. അപ്പം ഞാൻ ഇവരുടെ വാക്ക് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോകും. അതുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്യാതായി. ഇപ്പം അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ നമ്മുടെ ഇതിനകത്ത് വരുമല്ലോ, ആരെങ്കിലുമൊക്കെ അയച്ചു തരും. അപ്പം രസമുള്ള കമൻ്റൊക്കെ കാണുമ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും, ഇത് വായിച്ചു നോക്ക് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. എന്തൊരു ഭാവനയാണെന്നറിയോ മോളെ. എന്താ ഒരു രസമുള്ളൊരു കമന്റ് പറഞ്ഞു? അയ്യോ, അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല, അത് അഡൾട്ട്സ് ഉള്ളിയാ, ഭാവനയുടെ അങ്ങേറ്റമാണ്, എക്സ്ട്രീം ലെവലാണ്. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ. അത് ഇത്രയൊക്കെ എഴുതുന്ന, ഇത് എപ്പോൾ ഇരുന്ന് എഴുതും, ഇവളെ ഇങ്ങനെ കിട്ടിയാലോ അങ്ങനെ ഇങ്ങനെ എഴുതി വന്നിട്ടില്ലേ, നമുക്ക് എൻ്റെ ദൈവമേ ഇവൻ്റെ ഭാര്യയുടെയൊക്കെ അവസ്ഥ എന്ന് ചിന്തിച്ചു പോണ തരത്തിലാ. അത് ഇവരുടെ സങ്കല്പമാണോ പറയുന്നത്, അതിന് വേറെ വല്ലതുമാണോ എനിക്കറിഞ്ഞൂടപ്പാ. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ.
അപ്പം ഇങ്ങനെയുള്ള ലിറ്ററലി പൊട്ടന്മാരാ ഇവരുടെ കമൻറ്റ് വായിച്ച് നമുക്ക് വിഷമിക്കാൻ പാടുണ്ടോ? നീ കൊള്ളൂല എന്ന് പറയും, വേണ്ട കൊള്ളണ്ട, എനിക്ക് കുഴപ്പമില്ല. പാവം ഇപ്പം ആ രേണുസുതി എന്ന് പറയുന്നതിനെ അവർ ജീവിക്കട്ടെ, അവരുടെ ഭർത്താവ് മരിച്ചു പോയി, ജീവിക്കട്ടെ. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ഇവർക്ക് എന്ത് റൈറ്റാണ് ആ സ്ത്രീയെ ഓന്തിനെ പോലെ ഇരിക്കുന്നു, പല്ല് പൊങ്ങിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു പറയാൻ? ഇവരാരാണ്? ഈ മാർക്കിടാൻ ഇവരാരെ ഏൽപ്പിച്ചു? അതുകൊണ്ട് ആ സ്ത്രീക്ക് എന്തുണ്ടായി? അവർ നിറയെ വർക്കുകൾ ചെയ്ത് സമാധാനമായിട്ട് നടക്കുന്നു. ഇവർ ചീത്ത വിളിക്കും തോറും പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ആണുങ്ങളോ കയറി പോവേ ഉള്ളൂ. നമുക്ക് ഇവർക്കത് ശരിക്കും നമ്മളെ വളർത്തുന്നത് ഇവരാ, പാവങ്ങള്. അവര് നമ്മളെ താത്തിക്കെട്ടാൻ ചെയ്ത, പക്ഷെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇവര് തെറി വിളിച്ചവരെല്ലാവരും മേളിൽ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും തെറി വിളിക്കും, നമ്മള് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതായി കേട്ടോ എനിക്ക്. പക്ഷെ ഇങ്ങനെ ഒരു മനസ്സെപ്പോഴും വളരെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ പലപ്പോഴും മരിക്കണം എന്ന് വിചാരിക്കുക, അങ്ങനെ അത്രയും ഇമോഷണൽ ആയിട്ടൊക്കെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ലേ, അതിൽ നിന്നും ഇനി ഞാൻ മരിക്കില്ല, ഇനി ഞാൻ ഒരിക്കലും ഈ ഒരു തീരുമാനം എടുക്കില്ല എന്നൊരു സ്ട്രോങ് ആയിട്ട് ഒരു ഉൾവിളി നമുക്ക് തോന്നിയിട്ടുണ്ടാവണം. അതെന്നായിരിക്കും മഞ്ജു? അത് സ്ട്രോങ് ആയിട്ടുള്ള ഉൾവിളി അല്ലടാ. ജീവിക്കാനുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പൈസയാണ്. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് മനസ്സിലായത്. അതല്ലാതെ നമുക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത്, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് കോൺഫിഡൻസ് ഉള്ളൂ. ആരും ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവമാണ്, മറ്റുള്ളവരുടെ ജീവിതം ഞാൻ കാണുന്നുണ്ട്. പൈസ ഇല്ലാത്തവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു ഇത് പൈസ എന്നാണോ മഞ്ജുവിന് തോന്നണേ? ഏറ്റവും ആദ്യം മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല, പൈസ വേണം. കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷേ പൈസ ഇല്ലാത്തവന് ഈ ലോകത്ത് അവനെ അംഗീകരിക്കില്ല. സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിക്കൂലല്ലോ. ഒരാവശ്യത്തിന് വിളിച്ചാൽ കസേര വെള്ളയിട്ട് മാലയിട്ട് വരുന്നവനെ കൊടുക്കുകയുള്ളൂ. മറ്റവനവിടെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റവൻ്റെ അടുത്തോട്ട് പോകും. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതുകൊണ്ട്. നാളെ ഒരുത്തിനെ കൊന്നിട്ട് വന്നാൽ അവൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഞാനൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. എനിക്ക് ഇവിടെ എനിക്കൊരു ജോലിയുണ്ട്, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടിത്തുടങ്ങി, എൻ്റെ മകന് ഫീസ് കൊടുക്കാൻ സാധിക്കും, എനിക്ക് കടങ്ങൾ തീർക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ഇനി മരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇനി അങ്ങനെയല്ല, ഇനി എനിക്ക് ഇവിടെ ജോലിയുണ്ട്, ആ ജോലി ചെയ്തെനിക്ക്. അപ്പം ഇതല്ലെങ്കിൽ ഞാൻ ഒരുപാട് ജോലികൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഓഫീസിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.